അത് വേണ്ട സാറേ. സാർ ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് സാറിന്റെ ഫോണിൽ നിന്ന് ഒന്നുകൂടി വിളിക്കും. അപ്പോഴേക്ക് എന്ത് വേണമെന്ന് ഞാനും ഒന്ന് ആലോചിക്കട്ടെ. ആലോചിച്ചിട്ട് പറ്റില്ല എന്ന് പറയരുത്. പോസിറ്റീവായൊരു മറുപടിയാണ് ഞങ്ങൾക്ക് വേണ്ടത്. ആ കല്യാണം നടക്കരുത്. ശരി സാറേ, സാറ് വിളിച്ചാൽ മതി. ഒരു 5 മിനിറ്റിന് ശേഷം സാറിന്റെ സ്വകാര്യ ഫോണിൽ നിന്ന് സാറ് വിളിച്ച കോളും ഇതിൽ റെക്കോർഡാക്കി വെച്ചിട്ടുണ്ട്. അതിലെന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നതെന്ന് സാറിന് കേൾക്കണോ? കേൾപ്പിക്കാം. സുശീല കല്യാണം മുടക്കിയില്ലെങ്കിൽ എന്ത് വില കൊടുത്തും അത് മുടക്കാനുള്ള വേറെ പദ്ധതികൾ ആ രാത്രിയിൽ തന്നെ നിങ്ങൾ ചെയ്യുമെന്ന്. അതിനർത്ഥം ഞാൻ ഹോസ്പിറ്റലായിട്ടും അനന്തം മാഷ കല്യാണം നടത്തുമെന്ന് തോന്നിയപ്പോ സാറും ഗോകുലും കൂടി ആസിഫിനെ കൂട്ടുപിടിച്ച് ജീവൻ രാജിനെ തുരുത്തിലെ വീട്ടിൽ നിന്നും വിളിച്ചിറക്കി കായലിൽ മുക്കി താഴ്ത്തുകയായിരുന്നില്ലേ സാറേ? സൂക്ഷിച്ച് സംസാരിക്കണം, മനസ്സിലായോ? സൂക്ഷിക്കേണ്ടതേ സാറാ. സാറിന്റെ രണ്ടാമത്തെ ഫോൺ വിളി കേട്ടാ പോലീസ് മാത്രമല്ല അനന്തമാഷ് പോലും ജീവൻ രാജിനെ കാണാതായതിൽ സാറിനെയും ഗോകുലിനെയും സംശയിക്കും. അല്ല, വേണമെങ്കിൽ ഞാൻ അതും കേൾപ്പിച്ചു തരാം. വേണ്ട, ദയവ് ചെയ്ത് സുശീല എന്റെ ശബ്ദം ആരെയും കേൾപ്പിക്കരുത് പ്ലീസ്. ഞാൻ ആ ഗോകുലിന് വേണ്ടി ചെയ്തതാണ് ഇതെല്ലാം. മഞ്ചാടി മോള് ജീവൻ രാജനെ കല്യാണം കഴിക്കുന്നതിൽ എനിക്ക് എതിർപ്പുണ്ടായിരുന്നു. പക്ഷെ അതിനുവേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചതേ അല്ല. പക്ഷെ ചെയ്തു പോയില്ലേ സാറേ? എന്നെയും കുറെ കഷ്ടപ്പെടുത്തി. അല്ല, എനിക്ക് സാറിനെ കുറുക്കണമെന്നൊന്നുമില്ല. ഞാൻ ഇതൊക്കെ ചെയ്തത് ഇന്ദ്രന്റെ ഷോപ്പ് അവന് സ്വന്തമായി കിട്ടാൻ വേണ്ടിയാ. അത് സാറ് വിചാരിച്ച് നടക്കുമെന്ന് എനിക്കറിയാം. അതിപ്പോഴും അനുപമയുടെ പേര് കിടക്കല്ലേ? അവളത് വിട്ടുതരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ എന്ത് കണ്ടിട്ടാ സാറേ ആ ഗോകുലിന്റെ കൂടെ നിന്ന് സാറല്ല സമ്മതിച്ചത്? അതെ, അനുപമയിൽ നിന്ന് അവള് ചോദിക്കുന്ന വില കൊടുത്ത് ഷോപ്പ് വാങ്ങി ഇന്ധനം കൊടുത്തോളാന്ന് ഗോകുൽ എന്നോട് സമ്മതിച്ചതാ. അവൻ അതിൽ നിന്ന് പിന്മാറിയില്ലേ? അങ്ങനെ പിന്മാറാൻ അവനെ സമ്മതിപ്പിക്കരുത് സാറേ. വാക്കിനാണ് വിലയെന്ന് ആ ചെറുക്കനെ സാറ് പറഞ്ഞ് മനസ്സിലാക്കണം. അല്ലെങ്കിൽ രണ്ടാളും അഴി എണ്ണേണ്ടി വരുമെന്ന് പറ. അപ്പൊ അവന് കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാവും. ഏയ്, ഇനി അതിനുവേണ്ടി ആ ചീള് ചെറുക്കന്റെ പുറകെ നടക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. ഒരു കാര്യം ചെയ്യാം, അനുവിന്റെ കയ്യിൽ നിന്ന് ഷോപ്പ് ഞാൻ ഇന്ദ്രന്റെ പേരിൽ എഴുതി വാങ്ങിച്ചു തരാം. ആ